വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തല്ലേ. ഭാര്യമാർക്ക് ഒട്ടും ഫ്രീഡം കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് അല്ലേ. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു തരത്തിലുമുള്ള ഫ്രീഡം ഇവര് ഭാര്യമാർക്ക് കൊടുക്കില്ല. വിവാഹം ചെയ്ത് കിട്ടി പിറ്റേ ദിവസം മുതൽ തന്നെ ഇവര് ഒത്തിരി കൺട്രോളുകൾ ഈ ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കും. സ്വന്തം ആളുകളെ പോലും കോണ്ടാക്ട് ചെയ്യാനോ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ഫ്രീഡം ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യും ഇവരെ. ഞാൻ പറയുന്നതിനപ്പുറം നിനക്കൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയും സ്നേഹത്തിന്റെ ഭാഷയിലും അനുസരിപ്പിക്കുന്ന ഭർത്താക്കന്മാർ പലരും അതൊരു നല്ല രീതിയിൽ സ്നേഹത്തോടെ ഓവർ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഭാര്യമാർ ഒക്കെ അത് ഒരു ടോക്സിക് ആണ്, ഇവരൊരു നാർസിസിസ്റ്റ് ആണെന്നൊന്നും മനസ്സിലാവില്ല. ഇവര് കരുതുന്നത് എന്നോടുള്ള അമിത സ്നേഹം കൊണ്ടോ അമിത കെയറിങ് കൊണ്ടോ അല്ലേ, കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ഒട്ടും ഫ്രീഡം തരാത്തത് എന്നുള്ള രീതിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ബാപ്പയും ഉമ്മയും പോലും മകളെ വിളിക്കാൻ ഫോൺ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. സ്വന്തം വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് വന്നാൽ അവരോട് സംസാരിക്കാൻ പാടില്ല. പിന്നെ തൻ്റെ ഭാര്യയുടെ ആരെങ്കിലും ഒരു റിലേഷൻസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് വീട്ടിലില്ലാത്ത സമയത്ത് വരാൻ പാടില്ല. ഭാര്യയുടെ ഫോണിലേക്ക് ആരും തന്നെ ഇയാളല്ലാതെ വേറൊരാൾ, ഈ ഹസ്ബൻഡ് അല്ലാതെ വേറൊരാളും ആ ഫോണിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. സ്വന്തം സഹോദരങ്ങൾക്ക് പോലും ഈ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കൺട്രോളിങ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒത്തിരി ഭയന്ന് പേടിച്ചാണ് ഇവർ ജീവിക്കുന്നത്, ഉള്ളില് പേടിയോടെ. കാരണം ഇത് ആരടുത്തും തുറന്നു പറയാൻ പറ്റില്ല. സ്വന്തം ആളുകളോട് പറഞ്ഞാല് അത് മോശമല്ലേ, മറ്റുള്ളവർ അറിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതി, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറും, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു വിവാഹ ബന്ധം പെടുത്തി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടുകാർക്ക് ഒരു ഭാരമാവില്ലേ എന്ന് കരുതിയൊക്കെ സ്വയം സഹിക്കുകയും ഉള്ളിൽ ഒതുക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ. അതും വിവാഹത്തിന് മുൻപേ നല്ല സ്മാർട്ടായിട്ട് എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ, നല്ല സ്മാർട്ടായ കുട്ടികൾ, എന്തും വെട്ടിത്തുറന്ന് പറയാവുന്ന ഒക്കെ നല്ല സ്മാർട്ടായി പാറിപ്പറന്ന് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമ്പോൾ നമുക്ക് തന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും നല്ലൊരു കുട്ടി ഈ രീതിയിൽ ഒതുങ്ങിപ്പോയോ, എന്ത് ചേഞ്ചാണ് ഇവർക്ക് പെട്ടെന്ന് വന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അവര് ആ ഒരു കൺട്രോളില് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുകയാണ്. ഒരു തരത്തിലും ഫ്രീഡം ഇല്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, വസ്ത്രധാരണത്തിൽ പോലും ഒരു ഫ്രീഡം ഇല്ല. ഇവര് പറയുന്ന ഡ്രസ്സ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ഫങ്ഷന് പോകാൻ പറ്റില്ല, എവിടെ എങ്ങോട്ടും തിരിയാൻ ഇവർക്കൊരു ഫ്രീഡം ഇല്ല. അതേപോലെ തന്നെ സ്വന്തം വീട്ടിലൊരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് വിടില്ല. വിട്ടാൽ തന്നെ കൂടെ പോയി അവിടെ ഒന്ന് കയറി അപ്പം തന്നെ തിരിച്ചു വരണം. സ്വന്തം ആളുകളോട് കൂടുതൽ ഇടപഴകാനോ ഒരു സന്തോഷിക്കാനോ ഉള്ള ഫ്രീഡം ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല. പക്ഷെ തുടക്കം മുതലേ എനിക്ക് തോന്നുന്നത് ഇത്തരം പെൺകുട്ടികൾക്ക് തുടക്കം മുതലേ ഇത് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഭർത്താവിന്റെ ഓവർ കൺട്രോള് അല്ലെങ്കിൽ ഓവർ പൊസസീവായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. അത് സ്വന്തം ആളുകളോട് അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ആ ബന്ധത്തിൽ നിങ്ങൾ പേടിയോടെയാണ് നിൽക്കുന്നത്, ഓരോ നിമിഷവും നിങ്ങൾ പേടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മരണം വരെയും ആ പേടിയോട് കൂടി ജീവിക്കണ്ടേ. ഈ ഒരു സ്വഭാവം കൂടുകയല്ലാതെ കുറയില്ല. പിന്നെ ആണെങ്കിൽ ഇവരെ ആർക്കും നിയന്ത്രിക്കാനും പറ്റില്ല. മറ്റൊരാള് വിചാരിച്ചാൽ ഇവരെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. അത് അവർ സ്വയം വിചാരിച്ചാൽ മാത്രമേ അവർ നന്നാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ച് ഓവർ കൺട്രോൾഡ് ആയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരാൾക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലെ അങ്ങനെ ഒരു സ്വഭാവത്തിനുടമയാണ് തൻ്റെ ഹസ്ബൻഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
സ്വന്തം ആളുകളോട് അത് തുറന്നു പറയുകയും ആ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാനുള്ള ഒരു ധൈര്യം കാണിക്കുകയും വേണം. അല്ലാതെ ആ ബന്ധത്തിൽ പിടിച്ചു നിന്ന് 2 or 3 കുട്ടികളായതിനു ശേഷം ഒട്ടും പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒത്തിരി ബാധ്യതകളും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നമ്മളെ തലയിൽ ആവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ സ്വന്തം ആളുകളുടെ ബുദ്ധിമുട്ട്, ബാപ്പയുടെയും ഉമ്മയുടെയും ബുദ്ധിമുട്ട്, അല്ലെ വീട്ടിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ ആ ബന്ധത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ മാത്രമാണ് അതിന്റെ ഭവിഷ്യത്തുകൾ മുഴുവനായും അനുഭവിക്കേണ്ടി വരിക. പക്ഷെ ചില വീട്ടുകാരും ഇതൊക്കെ മനസ്സിലായാലും ഇതിനൊരു ഡിസിഷൻ എടുക്കില്ല. ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ എവിടെ വരെ പോകുന്നു നോക്കാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഇവർ ഇടപെട്ട് അതിനൊരു ഡിസിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ മകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയൊന്നും ചെയ്യില്ല. ഈ കുട്ടി ഇതൊക്കെ സഹിച്ച് അവസാനം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇനി ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്നുള്ള, സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ഇതില്ല, ഈ ഹസ്ബൻഡിന്റെ കൂടെ ആണെങ്കിൽ ജീവിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മൾ പറയും ഇതൊക്കെ കെട്ടുകാരിലെ ടിവിയിലും വാർത്തകളിലൊക്കെ കേൾക്കുന്നതിലെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ആ വീട്ടിലേക്ക് സന്ദർശനത്തിന് പോകുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് അവിടേക്ക് അലൗഡ് ഉള്ളൂ. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഇവരെ ആൻസർ പറയാൻ മടിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ഭയന്ന മുഖഭാവം, അല്ലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിക്കോ എന്നുള്ളൊരു ഭാവമാവും ഇവരുടെ മുഖത്ത്. നമുക്ക് ആ ഒരു അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് ആ വീട്ടിലൊരു ഫ്രീഡം ഇല്ല, ഈ ഹസ്ബൻഡിനെ ഈ കുട്ടി പേടിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് വീട്ടുകാരൊന്നും ഇതറിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാത്തതെന്ന് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്. ഒരു ഫോൺ അറ്റൻഡ്, നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ, ഹസ്ബൻഡിൻ്റെതല്ലാത്തൊരു കോള് വന്നാൽ ആ വീട്ടിൽ അന്ന് മൊത്തം പ്രശ്നമാവും. അന്ന് പിന്നെ ആ വീട്ടിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, അടിയും ബഹളങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അതെങ്കിലും പുറത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യത്തിൽ വരും, പുറത്തൊറ്റക്ക് വിടത്തേ ഇല്ല. അഥവാ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് പോയി ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ അന്ന് അവിടെ ഭയങ്കര ബഹളം, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഭാര്യമാരെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. ഒരു മെന്റലി ഡിസോർഡറായ കളി. എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ മനുഷ്യന് എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് നേരായ വഴിയിലായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഇമ്മോറൽ, എന്തെങ്കിലും ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് അവർക്കുണ്ടാവും. ഭാര്യയെ കൂടാതെ ഒരു റിലേഷൻഷിപ്പ് അവർക്കുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ അത്തരം ഒരു മേരീഡായ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അത്തരത്തിലൊരു ബന്ധം ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഭാര്യയും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഇവരെ കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സംശയരോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇയാളുടെ പേഴ്സണൽ ലൈഫ് ഒട്ടും ശരിയല്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, അതർ റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, പേഴ്സണൽ ലൈഫ് ഒട്ടും കറക്റ്റ് അല്ല. അപ്പൊ തൻ്റെ ഭാര്യ ആരോടെങ്കിലും കൂടുതൽ ഇടപഴകി കഴിഞ്ഞാൽ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയും, ഭാര്യ അറിയും. മറ്റുള്ളവരോട് ഫോണിൽ സംസാരിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് കൂടുതൽ പുറത്ത് ഇടപഴകി കഴിഞ്ഞാൽ അറിയുന്നതിന് ആവാം, അറിയാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ചുറ്റും ഇവർ ചിലപ്പോൾ ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം പക്ഷെ അത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ട് പുറത്തൊറ്റക്ക് വിടുന്നില്ല, സ്നേഹക്കൂടുതൽ കൊണ്ട് ആരോടും സംസാരിപ്പിക്കുന്നില്ല, അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഒരു കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ്. അതിലെ എൻ്റെ അടുത്ത് ഒരു ഭാര്യ ഒരു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നു, പുറത്ത് പോകുമ്പോൾ ഒരാളെടുത്ത് സംസാരിക്കാൻ പറ്റില്ല, ഒരാൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറഞ്ഞാൽ അപ്പോൾ ഒന്നും മിണ്ടില്ല, പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അന്ന് ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് ആരെൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാലും ഞാൻ അതിന് ആൻസർ പറയാറില്ല, എനിക്ക് പേടിയാണെന്ന്. അപ്പൊ അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കും അത് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ, ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് എന്നെ വിടാതെ തന്നെ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്നോടുള്ള ഓവർ കെയറിങ് കൊണ്ടല്ലേ, അത്രയും എൻ്റെ കാര്യത്തിൽ പ്രൊസസീവ് ആയത് കൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് സഹിക്കുകയാണെന്ന് പറയാറുണ്ട്.
പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്തരത്തിലൊരു ഓവർ സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല. ആൾക്ക് പുറത്ത് പല റിലേഷൻസും പല ബന്ധങ്ങളും പല രീതിയിലും പോകുന്നത് കൊണ്ട് ഈ പേടിയാവും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ എൻ്റെതായ എന്തെങ്കിലും ഒരു കാര്യം വൈഫ് അറിയുമോ എന്നുള്ള പേടി കൊണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ വൈഫും ചിലപ്പോൾ അതുപോലെ ചെയ്താലോ എന്നുള്ള പേടിയും കൊണ്ടാവും. അങ്ങനെ പല രീതിയിലും ഓവർ സ്ട്രെസ്സായി ഓവർ കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. ഒത്തിരി അടിയും കുത്തും ചവിട്ടും ഒക്കെ കിട്ടും. ഒരു തരത്തിൽ എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാന്ന് എനിക്കറിയില്ല. ഒരു ഫോണ് ചെയ്യാൻ ഫ്രീഡം ഇല്ല, സ്വന്തം ആളുകൾ വന്നാൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഫ്രീഡം ഇല്ല, സ്വന്തം വീട്ടിലൊന്ന് പോയി നിൽക്കാൻ ഫ്രീഡം ഇല്ല, ഒരു തരത്തിലും ഫ്രീഡം, സ്വന്തം വീട്ടിന്റെ സിറ്റ് ഔട്ടിലൊന്നും ഇറങ്ങാൻ പോലും ഫ്രീഡം ഇല്ല. അപ്പോൾ അത്തരത്തിൽ കൺട്രോൾഡ് ആയിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഈ ഓവർ കൺട്രോൾഡ് ആയിട്ട് അതും ഓരോ സമയവും ഭയന്ന് അതിന് അടുത്ത നിമിഷം എന്താവും സംഭവിക്കുക, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി ഇദ്ദേഹം എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന സ്ത്രീ. അവരെ മുഖം കണ്ടാൽ അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ അറിയാം അവർ ഭയന്ന്, അവർക്കൊരു വാക്ക് പോലും പറയാൻ ഭയമാണ്. അങ്ങനെ കലപില കൂടി നടന്ന നന്നായിട്ട് സംസാരിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്നു കൊണ്ടിരുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം സൈലന്റ് ആയി പോവുകയാണ്. ഇവർക്ക് എന്തൊക്കെയോ ഭയമാണ്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എൻ്റെ വീട്ടുകാർക്ക് അതൊരു പ്രോബ്ലം ആവില്ല, അല്ലെ അവർ നാട്ടുകാരെല്ലാം അറിഞ്ഞാൽ അതൊരു മോശമാവില്ല എന്ന് കരുതി ഇവരെല്ലാം ഉള്ളിൽ ഒതുക്കി അങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ്. പക്ഷെ അവരുടെ ആ സംസാരിക്കാനുള്ള കഴിവ്, എനർജറ്റിക് ആ ലൈഫെല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവരങ്ങ് പെട്ടെന്ന് മാറുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒട്ടും അങ്ങനെ ഒരു ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ടോക്സിക്കായ ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഒരേ ഒരു പോംവഴി. പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓവറായിട്ട് കൺട്രോൾഡായി ഭാര്യ അതനുസരിച്ച് അടിയും ബഹളങ്ങളുമായി, അല്ലെങ്കിൽ ആ ജീവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇത് സഹിക്കാൻ ഈ ഭർത്താവിന്റെ ടോക്സിസിറ്റി സഹിക്കാൻ പറ്റാതെ സ്വന്തമായിട്ട് ജീവൻ എടുക്കുന്ന പെൺകുട്ടികൾ. അപ്പൊ അതിന് ഒക്കെ ഇട കൊടുക്കാതെ എത്രയും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈഫ് വേണ്ടെന്ന് വെച്ച് തിരികെ പോരുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഒരു തൻ്റെടം പെൺകുട്ടികൾ കാണിക്കണം. പിന്നെ സ്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ള റെസ്പോൺസിബിലിറ്റികളുടെ ഒക്കെ പേരിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിവാഹം ചെയ്ത് തരുമ്പോൾ ഒത്തിരി സ്വർണവും പണമൊക്കെ തന്നിട്ടുണ്ടാവും, അതൊക്കെ ഓൾറെഡി ഹസ്ബൻഡ് എടുത്ത് ചെലവാക്കി പോയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അതിന് തിരിച്ചു കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചു വാങ്ങിച്ചെടുത്തിട്ട് എനിക്ക് ഈ വീട് വിട്ടു പോവാം എന്നൊക്കെ കരുതി അതൊക്കെ വിഡിത്തമാണ്. കുറെ പണത്തിനോ കുറെ സ്വത്തോ ഒന്നല്ല. ഒരു മനുഷ്യൻ ഏറ്റവും അവന്റെ ജീവനും സമാധാനമായിട്ടുള്ള ജീവിതവുമാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് പിടിച്ചു നിൽക്കുന്നതിലൊന്നും കാര്യമില്ല. അതേപോലെ പെൺകുട്ടികളുടെ വീട്ടുകാര് എപ്പോഴും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്താൽ അവരെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ലൈഫ് സമാധാനപൂർണ്ണമാണോ, സന്തോഷത്തിലാണോ പോകുന്നത്, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കണം. അവരെന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കണം, തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കണം. പിന്നെ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഈ ബന്ധം പറ്റുന്നില്ല, ഈ കുട്ടി ഓരോ ദിവസം കഴിഞ്ഞ് നമ്മുടെ മക്കൾ മൊത്തത്തിൽ മാറിപ്പോവുകയാണ്, അവർ പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബാപ്പയും ഉമ്മയൊക്കെ എന്താണ് ഒരു ഡിസിഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അത്ഭുതം. നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മറ്റൊരാളിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക, ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുക, കുഞ്ഞുങ്ങള് ഭയന്ന് ജീവിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എന്തിനാണ് നമ്മുടെ പെൺകുട്ടികളെ വിട്ടുകൊടുക്കുന്നത്? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നതിന് പകരം ആരുടെ എങ്കിലും കിച്ചണിൽ അടിമപ്പണി ചെയ്ത് ആട്ടും തുപ്പും കൊണ്ട് അടിയും കൊണ്ട് ജീവിക്കാൻ എന്തിനാണ് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വിട്ടുകൊടുക്കുന്നത്? ഒരു ആൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഒരുവിധം പെട്ട എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അടുക്കള വേല ചെയ്താലേ അവർക്ക് പൈസ കിട്ടില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ലേ? എന്താ നാണക്കേടുള്ളത്? എന്നാലും ഒരു ഭർത്താവിന്റെ ലേബൽ ഇല്ലാതെ ജീവിക്കുക. എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുകയും ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡം കൊടുക്കാതെയും മനസ്സമാധാനം കൊടുക്കാതെ ഉള്ള ഭർത്താവ് എന്തിനാ? അത് വേണ്ടെന്ന് വെക്കാൻ പെൺകുട്ടിക്ക് ധൈര്യമില്ലെങ്കിൽ അതിൽ കൂടെ നിന്ന് അവരുടെ ലൈഫ് സേഫാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ മാതാപിതാക്കൾക്കില്ലേ? നമ്മൾ ആ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത്
അതിനുവേണ്ടി പ്രവർത്തിച്ച് ഡിസിഷൻ സ്ട്രോങ് ആയിരിക്കുക, അത് നടപ്പിലാക്കുകയും ചെയ്യാതെ മറ്റുള്ളവരുടെ സംസാരവും കേട്ട് അതങ്ങനെയായിരിക്കും, നാളെ ശരിയാവും, അല്ലെങ്കിൽ ഒന്നുകൂടെ ശ്രമിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്തിനാ നിങ്ങളുടെ പെൺകുട്ടികളെ കൊലക്ക് കൊടുക്കാൻ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ പാപ്പമാരും ശ്രദ്ധിക്കേണ്ട, ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ കൂടുതലും ഈ മയക്കുമരുന്നുകളെല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ MDMA പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൺകുട്ടികൾ ഈ ഭാര്യമാരെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് ഇവരുടെ ലൈഫ് കാണുമ്പോൾ ഭയങ്കര എൻജോയ്, ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങൾ. പക്ഷെ രാത്രി കാലങ്ങളിൽ ഇവിടെ വീടുകളിൽ നിന്നുള്ള ബഹളങ്ങളും കരച്ചിലുകളും അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റും. ബഹളങ്ങള്, കരച്ചിലുകള്, ഈ പയ്യൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക ഈ കുട്ടി കിടന്ന് കരയുക, പിറ്റേ ദിവസം നോർമലി പോവുക. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ലേ? എന്തുകൊണ്ട് ഈ ലൈഫിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ഉപദ്രവിക്കുന്ന, എത്ര ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവിന്റെ കൂടെ എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? അതും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു കല്യാണം കഴിഞ്ഞ പാടെ കുട്ടികളൊക്കെ ആവുന്നതിന് മുമ്പേ ഇത്തരത്തിലൊരു കാര്യങ്ങൾ സംഭവിക്കുക, സ്വന്തം വീട്ടുകാരോട് തുറന്ന് പറഞ്ഞ് ആ ലൈഫിൽ നിന്ന് വിട്ടുപോകാനല്ലേ നോക്കേണ്ടത്? ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ കുട്ടികളല്ലേ അവരുടെ ഭാവി, കുട്ടികൾ ബാപ്പയില്ലാതെ വളരണ്ടേ, കുട്ടികളുടെ സുരക്ഷിതത്വത്തൊക്കെ ഒക്കെ ചിന്തിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളൊന്നും ഇല്ലാത്ത ആളുകൾ എന്തിനാ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? അതും നല്ല എനർജറ്റിക്കായ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സൗന്ദര്യമുള്ള നല്ല പെൺകുട്ടികൾ. ഇങ്ങനെ ഓരോ ആൺകുട്ടികളും MDMA പോലെയുള്ള ഈ ഡ്രഗ് അഡിക്റ്റായിട്ട് വീട്ടിൽ വന്നിട്ട് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത്. നിങ്ങൾ ആദ്യം ബാപ്പമാര് ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഇവരെന്തെങ്കിലും ഇതുപോലുള്ള അഡിക്റ്റഡ് ആണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ ഇങ്ങനത്തെ നാസിസായ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവമുള്ളവരാണൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു വിവാഹത്തിലേക്ക് പെൺകുട്ടികളെ കൊടുക്കാവൂ.